ഒരിക്കലും സജീവൻ സാറിനെ കുറ്റം പറയരുത്. സജീവൻ സാറ് ആദ്യമായിട്ടാണ് ചന്തയിൽ പോകുന്നത്. സജീവൻ സാർ, ഇതാണ് വേൾഡ് ഗ്ലോബ്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇതിനകത്തുണ്ട്. സജീവൻ സാർ, ഇതാണ് ഇന്ത്യ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ താഴെയാണ് കേരളം. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ ചന്ദ്രനെ കാണാൻ പറ്റും. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. സജീവൻ ചെന്ന് ഇറങ്ങുന്നത് നീലാശ്രം ജംഗ്ഷനിലാണ്. അവിടെ നമ്മുടെ ഏജന്റുമാരുണ്ട്. അതിനോട് ചേർന്നുള്ള സ്ഥലം, അതായത് 100 ഏക്കർ, അവിടെ ഒരു 5 നില വീടൊക്കെ ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം. എന്താ, സന്തോഷമായില്ലേ? സജീവൻ സാർ തിരിച്ച് നാട്ടിൽ വരുമ്പോഴേ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് സുഖമായി അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്ക്. ഇവിടെ ഈ രാഷ്ട്രീയക്കാരുടെയും കരിഞ്ഞത്തക്കാരുടെയും ഇടയിലേ ഒന്ന് ഒഴിവാകാമല്ലോ. എനിക്ക് സന്തോഷമായി സാർ. എൻ്റെ കൂടെ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കോട്ടെ. ഞാൻ എങ്ങനെയാ പോകുന്നത്? സജീവൻ സാറേ, ഭാര്യയും മക്കളെയൊക്കെ സാറ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൊണ്ടുപോയാൽ മതി. പിന്നെ സാറിന് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അതിന്റെ തൊട്ട് വടക്ക് വശത്ത് ചന്ദ്രയാൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്നൊരു വിക്ഷേപണ കേന്ദ്രമുണ്ട്. അത് നമ്മുടെ സ്വന്തം. അവിടെ ചെന്നാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം പാറുമാടം പറഞ്ഞു. ഓക്കെ? അല്ല സാർ, ഇടയ്ക്ക് ഭാര്യയും മക്കളെയും കാണാൻ വേണ്ടി ഞാൻ എങ്ങനെ തിരിച്ചു വരും? എന്റെ പൊന്ന് സജീവൻ സാറേ, നിങ്ങളെ കൊണ്ട് ഞാൻ മടുത്തു. നിങ്ങൾ പോയ റോക്കറ്റ് തലയ്ക്ക് മുകളിൽ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുമല്ലേ. നിങ്ങളൊന്ന് വിളിച്ചാൽ ഒരു പക്ഷിയെ പോലെ താഴത്തേക്ക് വന്നിറങ്ങും. ചെന്നങ്ങ് കയറിയിരുന്നാൽ സെക്കൻഡുകൾ കൊണ്ട് നേരെ നമ്മുടെ നാട്ടിലെത്തും. പിന്നെ എന്താ പ്രശ്നം? ഇത്രയും സൗകര്യം എന്തുണ്ട്? സജീവൻ സാർ, മാഡത്തിനടുത്ത് പോയി ക്യാഷ് അടച്ചു. ഓക്കെ. സാർ, സജീവൻ സാറിന്റെ ക്യാഷ് അടച്ചു. ആണോ? വരാൻ പറയും. സാർ അങ്ങോട്ട് സാറിന്റെ അടുത്തേക്ക് ഇല്ലേ? സജീവൻ സാർ,